എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഈ കേക്കിന് ഓവൻ വേണ്ട, മൈദ വേണ്ട, ചോക്കോ പൗഡർ വേണ്ട, പഞ്ചസാരയും ചേർക്കണ്ട. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം എന്ന് നമുക്ക് നോക്കാം. കുട്ടികളുള്ള വീട്ടിൽ ഓറിയോ ബിസ്ക്കറ്റ് എന്തായാലും ഉണ്ടാകും അല്ലേ? അപ്പോൾ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം ഭാഗം മാറ്റി ഇതുപോലെ 150 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ക്രീം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ഈ ബിസ്ക്കറ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. തീരെ നൈസ് പൗഡർ ആക്കുകയും വേണ്ട. ഇത് നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ സോഡ പൗഡർ ചേർക്കാം. സോഡ പൗഡർ ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി 1/2 കപ്പ് പാലൊഴിക്കാം. പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമുക്കിതിന് ഓവൻ വേണ്ട. ഇതിലേക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഒരു ഇഡ്ഡലിത്തട്ടിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിനകത്ത് നെയ്യ് പുരട്ടി നന്നായി നെയ്യ് തേച്ച് കൊടുക്കുക. അതിലേക്ക് ഈ കേക്ക് മിക്സ് ഒഴിച്ച് ടാപ്പ് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസ് കളഞ്ഞതിന് ശേഷം ഞാനിത് റോള് കവർ ചെയ്യുന്ന ഒരു പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ആവശ്യമില്ല. ഒരു പാത്രം വെച്ച് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് ഒരു 15 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിലേക്ക് സ്റ്റീം തട്ടി അതിലെ വെള്ളം വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ പേപ്പർ മാറ്റി ഇതുപോലൊരു മൂടി കൊണ്ട് അടച്ച് 40 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഫോക്ക് വെച്ച് കുത്തി നോക്കാം. അപ്പോൾ സ്റ്റിക്കി ആയിട്ടൊന്നും തന്നെ ഇല്ല. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. പക്ഷെ ഞാനിതിന് ചെറുതായൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഡയറി മിൽക്കാണ്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഡബിൾ ബോയിലിംഗ് ചെയ്ത് നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് അലിയിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഇട്ട് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മെൽറ്റ് ആയിട്ട് വരും. നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 സ്പൂൺ പാല് ചേർത്ത് ഇത് നന്നായി അലിയിച്ചെടുത്തിട്ടുണ്ട്. കേക്ക് ചൂടാറിയതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് അതിനെ ഡിമോൾഡ് ചെയ്യാം. ഞാൻ ഈ കേക്കിൽ പഞ്ചസാരയോ മൈദയോ കൊക്കോ പൗഡറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. സൂപ്പർ ടേസ്റ്റി ആൻഡ് സൂപ്പർ ഈസി റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കേക്ക് ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്യാം. 150 ഗ്രാം ഓറിയോ ബിസ്ക്കറ്റിന് വേണ്ട അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അമ്മുവിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് ഞാനൊരു കൊച്ചു കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വലിയ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് ഓറിയോയും ബേക്കിംഗ് സോഡയും പാലും എടുത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങളൊരു ഫങ്ഷൻ, ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇങ്ങനൊരു കേക്ക് മുറിച്ച് അത് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വീട്ടിലുണ്ടാക്കിയ കേക്കാണ് എന്ന് പറയില്ല. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് തന്നെ ക്രഷ് ചെയ്ത് കുറച്ച് ഇട്ട് കൊടുക്കാം. 2 ഓറിയോ ബിസ്ക്കറ്റും വെച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ കേക്ക് ഇവിടെ റെഡിയാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് ഈ പീസൊന്ന് മാറ്റുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിതിൻ്റെ ടെക്സ്ചർ മനസ്സിലാകുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പേസ്ട്രിയാണ്. നമ്മൾ പേസ്ട്രി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പേസ്ട്രിയുടെ അതേ ടേസ്റ്റാണ് ഇതിന്. ഓ മൈ ഗോഡ്, സൂപ്പർ ടേസ്റ്റി. നമ്മൾ വീണ്ടും വീണ്ടും ഇത് കഴിച്ചുകൊണ്ടിരിക്കും. കാരണം ഇതിൽ ഷുഗർ കൂടി ചേർക്കാത്തത് കൊണ്ട്, ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഷുഗർ മാത്രം, ആ മധുരം മാത്രം ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റി ഈസി റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.
അടുത്തൊരു വീഡിയോയുമായി പെട്ടെന്ന് വരാം.